ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നുറപ്പിച്ചോളൂ, രാജ്യത്ത് മോദി തരംഗം എന്നൊരു സംഭവമേ ഇല്ല. അതിനു പകരം ഇത്തവണ മോദി തള്ള് മാത്രമാണ്. രാജ്യത്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഈ സത്യമാണ് കോൺഗ്രസ് മുന്നേറ്റത്തിന് ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ഗുണകരമാകുന്നത്. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇക്കുറി മോദി തരംഗമുണ്ടാകില്ല എന്നുറപ്പിക്കുന്നതോടെ പ്രതിപക്ഷ ഇന്ത്യാ സഖ്യം BJPക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എങ്കിലും ഹിന്ദി മേഖലയിൽ ഇക്കുറി നല്ല രീതിയിൽ സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് പാർട്ടി ദേശീയ നേതൃത്വം വിലയിരുത്തിയത്. BJPയെ പൂർണ്ണമായും മലർത്തിയടിക്കാമെന്ന അമിത ആത്മവിശ്വാസമൊന്നുമില്ലെങ്കിലും പല സംസ്ഥാനങ്ങളിലും സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ച് മോദി ഭരണത്തിന് തിരശീലയിട്ടേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. അതായത് കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നിവ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ഒറ്റയ്ക്ക് 56 സീറ്റ് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. വെറുതെ പറയുന്നതല്ല. കേരളത്തിൽ 16ഉം തമിഴ്നാട്ടിൽ 10ഉം കർണാടകയിൽ 17ഓളം സീറ്റും തെലങ്കാനയിൽ 13 സീറ്റും ലക്ഷദ്വീപും പോണ്ടിച്ചേരിയും ഓരോ സീറ്റും എന്നിങ്ങനെ ചുരുങ്ങിയത് 56 സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ മാത്രം നേടാൻ പോകുകയാണ് കോൺഗ്രസ് എന്ന് പ്രധാനപ്പെട്ട സർവേകളെല്ലാം പറയുന്നു. 30ലേറെ സീറ്റുകൾ DMK ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളെല്ലാം ചേർന്ന് നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു. അതുപോലെ ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഉത്തര മധ്യ ഇന്ത്യയിൽ നിന്നുള്ള സീറ്റുകൾ കൂടി ചേർത്ത് 100 മുതൽ 120 സീറ്റ് വരെ നേടുമെന്നുറപ്പിക്കുകയാണ് കോൺഗ്രസ്. അതിനും വ്യക്തമായ കണക്കുകളുണ്ട്. ഹിന്ദി മേഖലയിൽ ഇക്കുറി രാജസ്ഥാനിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത്. ആ സംസ്ഥാനത്ത് കുറഞ്ഞത് 10 സീറ്റിലെങ്കിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേകളെല്ലാം പറയുന്നത്. അതുപോലെ ഹരിയാന 5 മുതൽ 7 സീറ്റ് വരെയും, ഛത്തീസ്ഗഡിൽ 4 മുതൽ 5 സീറ്റ് വരെയും, മധ്യപ്രദേശിൽ 6 മുതൽ 7 സീറ്റ് വരെയും, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മാത്രം 9 സീറ്റ് വരെയും, ബീഹാറിൽ 5ഉം ഹിമാചലിലും ജമ്മു കാശ്മീരിലും ഓരോ സീറ്റും എന്നിങ്ങനെയാണ് കോൺഗ്രസ് വിജയിക്കുമെന്ന് കാണിച്ച് സർവേ ഏജൻസികളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകിയ കണക്ക്. മാത്രമല്ല മഹാരാഷ്ട്രയിൽ 25 സീറ്റ് വരെയും ബീഹാറിൽ 20 മുതൽ 22 സീറ്റ് വരെയും ഇന്ത്യാ സഖ്യം നേടാനുള്ള സാധ്യതയും സർവേകളിൽ കാണുന്നുണ്ട്. 400 സീറ്റുകൾ ഒരു സമയത്ത് നേടിയിരുന്ന കോൺഗ്രസ് ഈ രാജ്യത്ത് ഇപ്പോൾ 300 സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കളിയാക്കിയ നരേന്ദ്രമോദി ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നിര പരമാവധി സീറ്റുകളിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയത് BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിച്ചു കഴിഞ്ഞുവെന്നും അത് ഇന്ത്യ മുന്നണിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും മോദി തന്നെ ഭയന്നിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന് ലോക്സഭയിൽ 50ഓളം സീറ്റുകൾ മാത്രമാണുള്ളത്. അത് 120ഓളം സീറ്റുകൾ കോൺഗ്രസിന് ഉറപ്പിക്കുമ്പോൾ ഒരു സത്യം BJP മനസ്സിലാക്കിയിരിക്കുന്നു. കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന് പറയുന്ന 70ഓളം സീറ്റുകളിൽ 90% BJPയുടെ സീറ്റുകളാണ്. 50ഓളം സീറ്റുകൾ അങ്ങനെ BJPക്ക് നഷ്ടപ്പെട്ടാൽ ഇപ്പോഴുള്ള 296ൽ നിന്നും BJP 250ൽ താഴെ സീറ്റുകളിലേക്ക് കൂപ്പുകുത്തും എന്നുറപ്പിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാമെങ്കിലും കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത BJPയെ ഒരു കുഞ്ഞിന് പോലും ഇവിടെ വേണ്ടിവരില്ല. രാജ്യത്തെ ബാക്കി എല്ലാ കക്ഷികളും ഒന്നിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്ന് ഉറപ്പാണ്.